ബേസിക്കലി എല്ലാവരും ആളുകളായിട്ടിരിക്കുന്ന ഒരു ഒരു പീരീഡ് ഉണ്ടായിരിക്കും. അത് കോളേജ് കഴിഞ്ഞിട്ട് ജോലി അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാതിരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരിക്കും. എനിക്ക് ഫൈനലി സിനിമയിൽ എത്തണം എന്നുള്ളതാണ്. ഫൈനലി എനിക്ക് സിനിമ ചെയ്യണം, സിനിമയിൽ എത്തണം എന്നുള്ളത്. അതിനൊരു ടൈം പീരീഡ് ഒന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം പീരീഡ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു പീരീഡ് ഓഫ് വാഴായുസം തന്നെയായിരുന്നു. അതാണ് ബേസിക്കലി. ഞാൻ വാഴ ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഞാൻ പ്ലാൻ ചെയ്തിരുന്ന സിനിമയിലെല്ലാം ഇവരൊക്കെ തന്നെയാണ് കാസ്റ്റിംഗിൽ ഉണ്ടായിരുന്നത് ബേസിക്കലി. ഇപ്പോൾ ജോമോനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ജോമോൻ ഒരു ഷോട്ട് ചെയ്യുന്നതായിരിക്കില്ല അടുത്ത ഷോട്ടിൽ നമുക്ക് തരുന്നത്. ഫ്ലെക്സിബിലിറ്റിയാണ് ഇവരുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. വാഴ 2 റിവീൽ ചെയ്തു. ഇപ്പം റിലീസ് ആകുമ്പോൾ എല്ലാവരും കാണുമ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട് വാഴ 2ന്റെ കാര്യം. അതിനകത്ത് ഹാഷറും ടീമും ആയിരിക്കും വരുന്നത്. അവരുടെ വാഴായുസമായിരിക്കും. അത് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളതൊന്നും ഇപ്പം പറയാറായിട്ടില്ല. പിന്നെ അത് ഡയറക്ഷൻ ഞാനായിരിക്കില്ല, വേറെ ആളായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ബേസിക് ഐഡിയാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2024 തുടക്കം മുതൽ സിനിമാ പ്രേമികളുടെ ഒരു വർഷം തന്നെയാണ്. അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് ഹിറ്റുകൾ. ഇപ്പോൾ അടുത്തൊരു ബ്ലോക്ക് ബസ്റ്റർ വാഴ എന്ന സിനിമയും. വാഴയുടെ ക്രിയേറ്റർ ഡയറക്ടർ ആനന്ദ് മേനോനാണ് ഇന്ന് കൂടെ ഉള്ളത്. നമസ്കാരം, വെൽക്കം ടു CPX Talk. നമസ്കാരം. വാഴ ഇപ്പോൾ റിലീസായി ഒരുപാട് നല്ല പ്രതികരണങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. സോ എങ്ങനെയുണ്ട് ടോട്ടലി ആസ് എ ഡയറക്ടർ എന്ന രീതിയിൽ കിട്ടുന്ന റെസ്പോൺസസ് എങ്ങനെയുണ്ട്? ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അതിൽ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരുപാട് പേർക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ മുഹൂർത്തങ്ങളുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് വിളിക്കുമ്പോൾ തന്നെ. അത് നമുക്ക് ഒബ്വിയസ്ലി പടം ചെയ്യുന്ന സമയം മുതലേ നമുക്ക് ആ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും റിലേറ്റബിൾ ആവുന്നുള്ളൂ. പക്ഷെ അത് ഇത്രയും ഹൈപ്പിലേക്ക് പോകുമെന്നുള്ളത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഈ ഒരു കഥ ഇതിൽ വിപിൻ ദാസ് എന്ന ഡയറക്ടർ റൈറ്ററാണ് ഇതിൻ്റെ. അപ്പം അത് ഇതിനു മുൻപ് ആനന്ദ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ഗൗതമൻ്റെ രഥം. അതിനും ഷോർട്ട് ഫിലിംസ് ഒരുപാടുണ്ട്, അങ്ങനെയുള്ള കണക്ഷൻസും എല്ലാം ഉണ്ട്. ബട്ട് സ്റ്റിൽ അത്രയും വിശ്വസിച്ച് ആ ഒരു കഥ ഏൽപ്പിക്കണമെങ്കിൽ അത്രത്തോളം ട്രസ്റ്റും ആ ഒരു കഴിവിലൊക്കെ അത്രത്തോളം വിശ്വസിക്കുന്നുണ്ടായിരിക്കും. അപ്പം ആ ഒരു കഥ ആനന്ദിലേക്ക് എത്തിയത് എങ്ങനെയൊക്കെയായിരുന്നു? കഥ എത്തിയത് ഞാൻ ഗൗതമൻ ചെയ്യുന്നതിനേക്കാളും മുന്നേ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് നടക്കുന്ന സമയത്താണ് ഞാൻ വിപിൻ ചേട്ടനെ പരിചയപ്പെടുന്നത്. അത് ഞാൻ സത്യം പറഞ്ഞ സിനിമയിൽ നിന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് വിപിൻ ചേട്ടനാണ്. ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ചാൻസിന് വേണ്ടി അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ കാഷ്വലി പരിചയപ്പെട്ട് ഞങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട് നിതീഷ് ചേട്ടൻ, ഫാലിമിയുടെ ഡയറക്ടർ നിതീഷ് ചേട്ടൻ മുഖാന്തരമാണ് ഞങ്ങൾ പരിചയത്തിലാവുന്നത്. അപ്പോൾ നിതീഷ് ചേട്ടൻ ഇങ്ങനെ എന്നെ വെച്ചിട്ട് മാഗ്നീറ്റോ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലോയിൽ എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആവുമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഗൗതമൻ ചെയ്യുന്ന സമയം മുതലേ വാഴയുടെ ഡിസ്കഷൻസ് അവിടെ നടക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് ഓൾറെഡി കംപ്ലീറ്റ് ആയി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വിപിൻ ചേട്ടൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടെന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോഴും എനിക്ക് കഥയൊന്നും അറിയില്ല. എന്താണ് ഒരു ക്യാമ്പസ് പരിപാടിയൊക്കെ ഉണ്ടെന്നുള്ളത്, അങ്ങനെ ഓരോ തൊട്ടും തലോടിയൊക്കെ ഉള്ള ഇത് മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു. അതിനുശേഷം പിന്നെ വിപിൻ ചേട്ടൻ ബാക്കി സിനിമകൾ അന്താക്ഷരി ചെയ്തു, ജയ ജയ ഹേ ചെയ്തു. അപ്പോൾ വാഴ അപ്പോഴും അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഗൗതമൻ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കോവിഡ് ആയല്ലോ, എല്ലാവർക്കും കോവിഡ്. ആ ഒരു പാൻഡമിക് വന്ന സമയത്ത് നിതീഷ് ഏട്ടൻ ക്രിയേറ്റീവ് ഹെഡായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, സബ് ഒറിജിനൽസ് എന്ന് പറയുന്നത്. ബേസിക്കലി ഞാനിപ്പോൾ സിനിമയിലെത്തിയതായാലും ഇപ്പം ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ജോമോൻ, അനുരാജ്, എല്ലാവരും യൂട്യൂബ് കണ്ടൻസിൽ നിന്ന് തന്നെ സിനിമയിലെത്തിയ ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഒരു സമയത്ത് ഒന്നും ചെയ്യാനില്ല. കുറേ പേര് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഇരിക്കുന്ന ഒരുപാട് പേർക്കൊന്നും ചെയ്യാൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ ഞങ്ങൾ സബ് ഒറിജിനൽസ് എന്ന് പറഞ്ഞ ചാനലിലേക്ക് ഒരു കല്യാണ കച്ചേരി എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഞങ്ങൾ തന്നെ പിച്ച് ചെയ്ത് ചെയ്യുകയായിരുന്നു. അപ്പം അതൊക്കെ ആ സമയത്ത് വിപിൻ ചേട്ടൻ ഇതിൻ്റെ പാരലലി ഇടയ്ക്ക് വന്നിട്ട് ഞങ്ങൾ പോസ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിപിൻ ചേട്ടൻ ഇത് ജസ്റ്റ് എന്താണ് അങ്ങനെ നടന്ന് ഇതൊക്കെ അറിയുന്നുണ്ട് വിപിൻ ചേട്ടൻ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഞാനത് ചെയ്തു. അത് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോൾ ഇതിനകത്തുള്ള എല്ലാവരും, ഇപ്പം ഞാൻ അത് ഡയറക്റ്റ് ചെയ്തു, അനുരാജ് അതിനകത്ത് അഭിനയിച്ചു, ജോമോൻ അതിനകത്ത് അഭിനയിച്ചു, അമിത് മോഹൻ രാജേശ്വരി, അമിതേട്ടൻ അതിനകത്ത് അഭിനയിച്ചു. അപ്പോൾ വിപിൻ ചേട്ടൻ്റെ സർക്കിളിൽ തന്നെയുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അങ്ങനെയാണ് എന്നിലേക്ക് വാഴ എത്തിപ്പെട്ടത്. ഇതിലെ ഓരോ ആർട്ടിസ്റ്റുകളും ഇപ്പം ഈ പറഞ്ഞ ജോമോൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ അച്ഛൻ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഇപ്പം കോട്ടയം നസീറയ്ക്കുണ്ട്, അസീസിക്ക, പിന്നെ ഹാഷിർ ആൻഡ് ടീം. അപ്പം ഈ ഒരു കാസ്റ്റിങ്ങിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയതൊക്കെ? ഇപ്പം നമുക്കിപ്പം ആസ് എ ഡയറക്ടർ നോക്കുമ്പോൾ എല്ലാ സൈഡും നോക്കണം. സിനിമയുടെ മാർക്കറ്റിങ്, പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമാരാതെയും അറ്റ് ദി സെയിം ടൈം സിനിമ നല്ല രീതിയിൽ ഓഡിയൻസിൻ്റെ അടുത്ത് വേണ്ട രീതിയിൽ തന്നെ എത്തണം, കൺവേ ആകണം. സോ അതിൽ കാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറിനാണ്. പക്ഷേ ഈ സിനിമയുടെ നോക്കിക്കഴിഞ്ഞാൽ
വലിയ സ്റ്റാർ കാസ്റ്റ് എന്ന് പറയാനായിട്ടില്ല. യൂട്യൂബിൽ നമ്മൾ എല്ലാവരും സ്ഥിരം കാണുന്ന മുഖങ്ങളെയാണ് ഇതിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ഈ കാസ്റ്റിംഗ് മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എപ്പോഴായിരുന്നു? ബേസിക്കലി ഇപ്പോൾ വിപിൻ ചേട്ടൻ്റെ തോട്ട് പ്രോസസ്സ് ആയാലും എൻ്റെ തോട്ട് പ്രോസസ്സ് ആയാലും ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഫ്രഷ്നെസ്സാണ് സിനിമയിൽ. വിപിൻ ചേട്ടനും അത് തന്നെയാണ്. സിനിമയിലെ ഫ്രഷ്നെസ്സാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഞാൻ വാഴ ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന സിനിമയിലെല്ലാം ഇവരൊക്കെ തന്നെയാണ് കാസ്റ്റിങ്ങിൽ ഉണ്ടായിരുന്നത് ബേസിക്കലി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ വാഴയുടെ ഇതിനകത്തേക്ക് എത്തിയപ്പോൾ വിപിൻ ചേട്ടനാണ് ആദ്യം സജസ്റ്റ് ചെയ്തത് നമുക്ക് ഇന്ന ആൾക്കാരെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഹാപ്പിയായി, കാരണം ഞാൻ അവരെ വെച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, വേറൊരു പ്രൊജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അതിന് മുന്നേ ഒരു പ്രൊജക്റ്റ് സംഭവിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയി ഞാൻ. പിന്നെ വാഴയെ സംബന്ധിച്ചിടത്തോളം വാഴയിൽ ഫ്രഷ്നെസ്സാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്തിരുന്നത്. വാഴയിൽ ഇതേപോലെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു, വേറെ ആർട്ടിസ്റ്റുകളെ നമുക്ക് ആദ്യം വെരി ഫസ്റ്റ് ടൈം അങ്ങനെ വന്നപ്പം പിന്നീട് അത് എനിക്കും അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേണ്ട, കാരണം ഇവർ ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. അത് തന്നെയായിരുന്നു വിപിൻ ചേട്ടൻ്റെ കോളും അത് തന്നെയായിരുന്നു. അപ്പോൾ അതാണ് ബേസിക്കലി ഇവരിലേക്ക് എത്താനുള്ള കാരണം. പിന്നെ അവരുടെ ടാലൻറ്റ് തന്നെയാണ്. കാരണം ഇവർക്കുള്ള ടാലൻറ്റ്, ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ജോമോനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ജോമോൻ ഒരു ഷോട്ടിൽ ചെയ്യുന്നതായിരിക്കില്ല അടുത്ത ഷോട്ടിൽ നമുക്ക് തരുന്നത്. അതുപോലെ അമിതേട്ടൻ ഭയങ്കര മെച്ചുവേർഡായിട്ട് അഭിനയിക്കുന്ന ആളാണ്. എന്ന ആളെ നമ്മൾ ഹ്യൂമറായിട്ട് മോൾഡ് ചെയ്തെടുക്കാനും പറ്റും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറിസ്റ്റിക്. സിജുവും ഭയങ്കര മെച്ചുവേർഡായിട്ട് ചെയ്യുന്ന ആളാണ്. അതുപോലെ ഹ്യൂമറിൻ്റെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ സിജു ആ രീതിയിലേക്ക് മൂവ് ചെയ്യും. അപ്പം ഫ്ലെക്സിബിലിറ്റിയാണ് ഇവരുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ എന്താണ് നമ്മുടെ മെയിൻ വാഴകൾ എന്നുള്ള ഇതിനകത്തേക്ക് അവരുടെ കാസ്റ്റിങ്ങിലേക്ക് വരാനുള്ള കാരണം. ഇപ്പോൾ സാഫായാലും, സാഫിൻ്റെ അനിയനായാലും, ഹാഷറായാലും, ഇവർക്കൊക്കെ ഇവരുടെ കോണ്ടന്റ്സ് തന്നെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പുറത്ത് ബാക്കി ക്രിയേറ്റേഴ്സ് ഉണ്ടാക്കുന്ന കോണ്ടന്റ്സ് അല്ല ഇവരുണ്ടാക്കുന്നത്. ഇവർക്കുള്ളതിൽ തന്നെ അവരൊരു ഫ്രഷ്നെസ്, അവർ യുണീക്കായിട്ടാണ് കൊണ്ടുവരുന്നത്. ആ യുണീക്നെസ് ആണ് അവരവിടെ എത്തിച്ചത്. അതാണ് ബേസിക്. ഇപ്പം ഹാഷിറിന്റെ സീനുകളിലൊക്കെ മ്യൂസിക്, ഹാഷിറിന് ഒരു ഇമ്പോർട്ടൻസ് ഈവൻ ആ ഒരു സ്ക്രീനിലാണെങ്കിലും മ്യൂസിക്കിനും കൊടുത്തിട്ടുണ്ട്. അത് പ്രീ പ്ലാൻഡ് തന്നെ ആയിരുന്നു? അത് പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല, ഒട്ടും ആയിരുന്നില്ല. കാരണം അതിങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് അത് വിപിൻ ചേട്ടൻ്റെ ഐഡിയ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ മ്യൂസിക്കിൻ്റെ സമയത്ത് ഞാൻ ഫൈനൽസ് കേൾക്കാനാണ് പോവാറ്, സ്കോർ ഫൈനൽസ് കേൾക്കാനാണ് പോവാറ്. ഫൈനൽസ് കേട്ടപ്പോഴാണ് ഈ ഒരു കാര്യം കയറുന്നത്. എനിക്ക് ഭയങ്കര വർക്കായത്. കാരണം അങ്കിതേട്ടൻ അങ്ങനെ കുറെ പരീക്ഷണങ്ങൾ നടത്തുന്ന ആളാണ്. എക്സ്പെരിമെന്റിൽ ഭയങ്കരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഭയങ്കരമായിട്ട് ചെയ്യും. അപ്പം ബേസിക് ഐഡിയ അവിടുന്ന് അങ്കിതേട്ടനിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വിപിൻ ചേട്ടൻ അത് കേട്ടു, ഞാനും കേട്ടു. ഞങ്ങൾ രണ്ടുപേരും അത് കോമൺലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ പോയി. അത് പ്രീ പ്ലാൻഡ് ഒട്ടും ആയിരുന്നില്ല. അത് അങ്കിതേട്ടൻ അങ്ങനെയാണ്. അങ്കിതേട്ടൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഓരോ സീനിലും നമ്മൾ ചിലപ്പോൾ ആ സീനിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഐറ്റം കിട്ടും. വോക്കൽസിലായാലും അല്ലെങ്കിൽ ചില ഇൻസ്ട്രുമെന്റേഷൻസിലായാലും അങ്ങനെ കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പടത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു CD-യുടെ ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അത് ആ വോക്കൽസ് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്യും. ഇപ്പം നമ്മള് ലൈഫിൽ പലരും ഈ വാഴ എന്നുള്ള വിളി കേട്ട് തന്നെ ചെറുപ്പം തൊട്ടേ കേട്ട് വളർന്നിട്ടുണ്ട്. പല സിറ്റുവേഷനായിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ആവണമെന്നില്ല, പല സിറ്റുവേഷൻസ് നമ്മൾ പഠിക്കുന്ന സ്ഥലത്തു നിന്നാകും, ജോലി ചെയ്യുന്ന സ്ഥലമാകും, ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്തും ആകാം, ഒക്കെ ആവാം. അപ്പം ആദ്യമായിട്ട് ഈ കഥ കേൾക്കുന്ന സമയത്ത്, അല്ലെ വിപിൻ ദാസ് എന്ന ഡയറക്ടർ അടുത്തു നിന്ന് ഈ കഥ കേട്ടു, സ്ക്രിപ്റ്റ് വായിച്ചു, അപ്പം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു മൊമെന്റ് ഏതായിരിക്കും? ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഇത്രയും ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്രായം വരെ ജീവിച്ചതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു മൊമെന്റ് ഏതായിരിക്കും? ബേസിക്കലി എല്ലാവരും ആളുകളായിട്ടിരിക്കുന്ന ഒരു പീരീഡ് ഉണ്ടായിരിക്കും. അത് കോളേജ് കഴിഞ്ഞിട്ട് ജോലി അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാതിരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമ 23-ാമത്തെ വയസ്സിൽ ഞാൻ സിനിമ ചെയ്യുന്ന ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആളായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ വിപിൻ ചേട്ടനെ പരിചയപ്പെടുന്നു, നിതീഷ് ചേട്ടനെ പരിചയപ്പെടുന്നു, ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്ത് അതിനു മുമ്പ് ഇവരെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്ത് അത് ഭയങ്കരമായിട്ട് വൈറലാവുന്നു. അതിനുശേഷം ഇവരൊക്കെ എൻ്റെ ഗ്യാങ്ങിലേക്ക് വരുന്നു. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നില്ല, എൻ്റെ മനസ്സിൽ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഇങ്ങനെ പാരലലി പോയി ഇങ്ങനെ പോവാം. എന്നിട്ട് അപ്പോഴൊരു ഐഡിയ ഒന്നുമില്ല എനിക്ക് ഫൈനലി സിനിമയിൽ എത്തണം എന്നുള്ളതാണ്. ഫൈനലി എനിക്ക് സിനിമ ചെയ്യണം, സിനിമയിൽ എത്തണം എന്നുള്ളത്. അതിനൊരു ടൈം പീരീഡ് ഒന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം പീരീഡ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു പീരീഡ് ഓഫ് വാഴായിസം തന്നെയായിരുന്നു. അതാണ് ബേസിക്കലി. അപ്പം അതിനുശേഷം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഞാനും നമ്മുടെ ഫാലിമിയിൽ അഭിനയിച്ചിരിക്കുന്ന സന്ദീപും അനുരാജും ഞങ്ങൾ 3 പേരും കൂടെ, അപ്പം അത്രയും കാലഘട്ടം ഞങ്ങൾക്കൊരു വാഴ കാലഘട്ടം തന്നെയാണ്. അപ്പോഴും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് സിനിമ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എപ്പോൾ എങ്ങനെയൊന്നും അറിയില്ല. അങ്ങനെ അനുരാജും ഞാനും സന്ദീപും കൂടെ ഞങ്ങളൊരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു. വെറുതെ ബേസിക് മ്യൂസിക് വീഡിയോസും ഷോർട്ട് ഫിലിംസും ഒക്കെയുള്ള. അവിടം വരെ ഏകദേശം ഒരു വാഴ പീരീഡ് തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഏൺ ചെയ്ത് തുടങ്ങിയത്.
പിന്നെ സിനിമയിലേക്ക് എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ട് സിനിമയിലേക്ക് അതൊരു മാറ്റി. ഇപ്പം ഞങ്ങൾക്ക് ആർക്കും അത് ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്തേക്ക് സമയം കിട്ടാതെയായി. അപ്പോൾ എനിക്ക് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വന്ന ആ കാലഘട്ടമാണ്. പിന്നെ എനിക്ക് കൂടുതൽ റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ഏതാണെന്ന് വെച്ചാൽ സിജു ചെയ്ത ക്യാരക്ടർ എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്. അസീസിക്കയുടെ ക്യാരക്ടർ എനിക്ക് കൂടുതൽ റിലേറ്റബിൾ ആണ് അതെൻ്റെ പേഴ്സണൽ ലൈഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ എൻ്റെ ചുറ്റുപാടും നിൽക്കുന്ന ഇപ്പം എൻ്റെ കൊച്ചച്ഛനും എൻ്റെ അനിയനും എങ്ങനെയാന്ന് വെച്ചാൽ മൂസയും നോബിച്ചേൻ്റെ ക്യാരക്ടറും പോലെ. അതേപോലെ എൻ്റെ വേറെ റിലേറ്റീവ്സിൻ്റെ ഇടയിലും ഇപ്പം അമിതേട്ടൻ്റെയും നസീറിക്കയുടെയും ക്യാരക്ടേഴ്സ് പോലത്തെ ക്യാരക്ടേഴ്സ്. അപ്പോൾ എനിക്കിത് കഥ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ചുറ്റുപാടും എൻ്റെ കസിൻസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നൊരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഒരു സിനിമയുടെ ഇപ്പം പുതിയ ഡയറക്ടർ എക്സ്പീരിയൻസ് അങ്ങനെയില്ല. ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യും, പക്ഷെ അതിൽ കുറവ് സാധനങ്ങളായിരിക്കും ഫൈനൽ ഔട്ട്പുട്ടിൽ നമ്മൾ എടുക്കുക. ഇതിലങ്ങനെ ഒഴിവാക്കിയിട്ടുള്ള സീനുകളൊക്കെ ഒന്നുമില്ല. ഷൂട്ട് ചെയ്ത് അത്രയും അത്രയും തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് വൈസ് നമ്മൾ ഷോർട്ടൺ ചെയ്ത പരിപാടികളുണ്ട്. അതായത് നമുക്ക് അത് ആവശ്യമുണ്ടാവില്ല, ചിലപ്പോൾ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. കാരണം കമ്മ്യൂണിക്കേറ്റഡ് ആയി, കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റഡ് ആയി എന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റ് നമ്മൾ ഷൂട്ടിന് മുന്നേ സ്ക്രിപ്റ്റ് വൈസ് തന്നെ വിപിൻ ചേട്ടൻ ട്രിം ചെയ്ത കാര്യങ്ങളേ ഉള്ളൂ. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കിയ ഒരു സീൻ പോലും ഇല്ല. സീൻ വൈസ് ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ചിലപ്പോൾ ഷോട്ടുകൾ ഇപ്പം ഒരുപാട് ഷോട്ടുകൾ എടുക്കുമ്പോൾ ഒഴിവാക്കുന്നതല്ല, സീൻ വൈസ് ഒന്നും ഒഴിവാക്കിയിട്ടില്ല. അത് എനിക്ക് ഈ അടുത്ത കാലത്ത് പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും. പലരും ചെയ്യുന്ന സിനിമകളിലെ കുറെ, പിന്നെ പലരും ഇങ്ങനെ സിനിമ കണ്ടു കഴിയുമ്പോൾ തോന്നിയത് കുറച്ചും കൂടെ ട്രിം ചെയ്തിരുന്നത് നന്നായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷെ ഇതില് നമ്മൾ നോക്കുമ്പോൾ ഇനി കുറച്ചും കൂടെ കണ്ടാലും മടുക്കാണ്ടിരുന്ന തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു ഫ്ലോയിലിരുന്ന് അങ്ങ് കണ്ടുപോകാനായിട്ടും പറ്റും. ഇതുപോലെ തന്നെ ഹാഷറിന്റെ കാര്യം തന്നെയാണ്. ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു കോളേജ് ഇവന്റിന് പോയപ്പം ഹാഷറിന്റെ ഒരു ഫാൻ ബേസ് നമ്മൾ അവിടെ നിന്ന് തന്നെ കണ്ടത്. അതിപ്പം ഹാഷർ സിനിമയിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഹാഷർ എന്ന ആ ഒരു വ്യക്തിയോടും ആ ഒരു ഗ്യാങ്ങിനോടും ആ ഒരു വീഡിയോസിനോടും ഒക്കെ തോന്നിയിട്ടുള്ള ഒരു സ്നേഹമാണ് പലർക്കും. അപ്പം ഹാഷറിനെ വെച്ചിട്ട് ഒരു ഫുൾ ഫ്ലഡ്ജ് സിനിമ അത് എങ്ങനെയാണോ? അത് ഇപ്പൊ വാഴ 2 ഇപ്പൊ ഓൾറെഡി അവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഴ 2 റിവീൽ ചെയ്തു. ഇപ്പം റിലീസ് ആകുമ്പോൾ എല്ലാവരും കാണുമ്പോൾ ഇപ്പൊ ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട് വാഴ 2ന്റെ കാര്യം. അപ്പൊ അത് ഓൾറെഡി റിവീൽഡ് ആണ്. അതിനകത്ത് ഹാഷറും ടീമും ആയിരിക്കും വരുന്നത്. അവരുടെ വാഴൈസ് ആയിരിക്കും. അത് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളതൊന്നും ഇപ്പം പറയാറായിട്ടില്ല. പിന്നെ സ്ക്രിപ്റ്റിംഗ് ഒന്നും അതൊക്കെ അതിന്റെ ബേസിക് ഐഡിയ ആയിട്ടേ ഉള്ളൂ. പിന്നെ അത് ഡയറക്ഷൻ ഞാനായിരിക്കില്ല, വേറെ ആളായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അതിന്റെ ബേസിക് ഐഡിയാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ 2018 മുതലുള്ള പ്ലാൻ ആയിരുന്നു, പക്ഷെ റിലീസ് ചെയ്യുന്നത് 2024, 6 വർഷങ്ങൾക്ക് ശേഷം. പക്ഷെ ഇത് 2018 റിലീസ് ചെയ്താലും 2024 റിലീസ് ചെയ്താലും ഈ കാലം മാറുന്നതനുസരിച്ച് ഇങ്ങനെ സ്ക്രിപ്റ്റിൽ അങ്ങനെ പഴക്കം തോന്നാത്ത രീതിയിലുള്ള അങ്ങനത്തെ ഒരു കഥ കൂടെയാണ്. എങ്കിലും നമ്മൾ ഒരു വർഷം മാറുന്നതനുസരിച്ച് കഥകളിൽ ചേഞ്ചസ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ 2018 to 2024 സ്ക്രിപ്റ്റിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു? ബേസിക്കലി ഹ്യൂമർ വൈസുള്ള ആസ്വാദന രീതിയിൽ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് സിനിമയിലെ. അതിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മാറ്റം വരുത്തിയിട്ടുള്ളത്. കഥാപരമായിട്ടുള്ള മാറ്റം എന്ന് പറയാനാണെങ്കിൽ ക്ലൈമാക്സ് സെക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ തിരുത്തി വിപിൻ ചേട്ടൻ എഴുതിയത്. കാരണം 2018 ആ ഒരു സമയത്ത് എഴുതി വെച്ച ക്ലൈമാക്സിനേക്കാളും കൂടുതൽ ഇപ്പം കുറേ കൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതാണ് മേജർ ചേഞ്ച് ആയിട്ട് പടത്തിൽ വന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ ആ ഒരു സമയത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇംപ്രവൈസ് ചെയ്ത്. അത് ബേസിക്കലി ഇവരുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം, അതായത് ആക്ടേഴ്സിൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമുള്ള ഇംപ്രവൈസേഷൻസ് സീൻസിൽ നടന്നിട്ടുണ്ട്, ഹ്യൂമർ ട്രാക്കിലുള്ളത്. ചേഞ്ചസ് അതാണ് നടത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പീരിയോഡിക്കലായിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആകാനുള്ള സ്ക്രിപ്റ്റ് വൈസ് അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് എസ്പെഷ്യലി ക്ലൈമാക്സ് സെക്ഷൻസ് ആണ്. അവിടെയാണ് റീവർക്കുകൾ നടന്നിട്ടുള്ളത്. അതെ.